നമുക്ക് പച്ചക്കറി നടാൻ സ്ഥലമില്ലെങ്കിലൊക്കെ ചീരയൊക്കെ നടാൻ സ്ഥലമില്ലെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ചാക്ക് എടുത്ത് സൈഡിലൊക്കെ അതാണ്ടോ ഉഷാറിലുണ്ടായത്, സൈഡിലൊക്കെ മുളച്ചുണ്ടായത് കണ്ടോ, അടിയെന്നെല്ലാം കണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആദ്യം ഞാൻ നട്ടത് ഇങ്ങനെയായിരുന്നു, ഈ പരന്ന സ്ഥലത്ത്. പരന്നിട്ട് ഇപ്പം വല്ലാണ്ട് സ്ഥലം എടുക്കുക. അപ്പം നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയുള്ള കൃഷി രീതിയാണല്ലോ എൻ്റെത് മുഴുവൻ. എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് പിന്നെ ഒരു രീതിയുണ്ട്. തക്കാളി കൊട്ടയിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് ഈ ഹോൾസിലൊക്കെ ചീര, പച്ച ചീര ഹോൾസിൽ അടിയിലൊക്കെ നട്ട്, സൈഡിൽ പിന്നെ നടുക്ക് ചുവന്ന ചീര. ഇന്ന് നടുന്നത് ഞാൻ വേറെ വെറൈറ്റി മോഡലാണ് കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നൊരു നടിയിലാട്ടോ. നടീലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് നടൽ തന്നെയാണ്. ഇന്നത്തെ നടീനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്ഥലമില്ലാത്തവർക്കും ഇതേപോലെ നട്ടാൽ ഇഷ്ടം പോലെ നമുക്ക് വിളവ് കിട്ടും. എന്നാൽ വരി നമുക്ക് നടാലോ. ഞാൻ നടുന്നത് എന്താന്ന് പറഞ്ഞില്ലല്ലോ, ചീര. ചീരൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാൻ ഭംഗിയുള്ള ചുവന്ന ചീര എന്ന് ഞാൻ നടാൻ വിചാരിച്ചത്. അത് വെർട്ടിക്കലാകുമ്പോൾ എന്തൊക്കെ പോട്ടി മിക്സ് ഇടണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ നമ്മൾ പ്ലാനിങ് വേണം. എന്നാൽ മാത്രമേ ചീര നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നിലത്തല്ല നടുന്നത് കേട്ടോ. ഞാൻ നടുന്നത് സിമൻറ്റ് ചാക്കിലെ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ മറിച്ചിടുക. ഇങ്ങനെ അങ്ങ് മറിച്ചിടും. കുറച്ച് നീളം വേണം, കാരണം വെർട്ടിക്കലായിട്ട് കുത്തനെ വെക്കുക. കിടത്തി നട്ടാൽ കുറേ ഏരിയ എടുക്കുക. നമുക്ക് സ്ഥലമില്ലല്ലോ, കുറഞ്ഞ ഒരു 5 സെൻറ്റ് കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ നടുക. വെയിൽ നോക്കി നടുന്ന നമ്മളെ കുട്ടിയൊക്കെ നമുക്ക് വിഷരഹിത പച്ചക്കറി കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്തൊക്കെയോ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടും. അതുപോലെ ഞാനും സിമൻറ്റ് ചാക്കൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ നടാൻ പോകും. അങ്ങനെ മറിച്ചിടുക കേട്ടോ. ഇങ്ങനെ അങ്ങ് മറിച്ചിട്ടാൽ അടിഭാഗം കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ റൗണ്ടിൽ നിൽക്കാനാണ്. റൗണ്ട് നിന്നില്ലെങ്കിൽ ചാക്ക് വീണു ചെരിഞ്ഞു. അങ്ങനെ കുറേ പ്ലാനിങ് വേണം ഇതിന്. പിന്നെ എന്തൊക്കെ വേണമെന്നറിയാം. ഇത് നടുമ്പോൾ പോട്ടി മിക്സ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് മൊത്തം സിമൻറ്റ് ചാക്ക്. ഇന്നലെ കമൻറ്റ് കണ്ടുകൊണ്ട് എനിക്ക് സിമൻറ്റ് ചാക്ക് വേണോ കാലി എന്നുള്ളത്. താങ്ക്സ് കേട്ടോ, ചോദിച്ചത് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, കുറേ ഉണ്ട്. നമുക്ക് വെർട്ടിക്കലായിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മുൻകൂട്ടി കൊണ്ടുവെക്കണം. ദാ ഒരു കുപ്പി എടുത്തിട്ട് നടുക്ക് കുപ്പി ഇറക്കിയില്ലെങ്കിൽ അടിയിൽ താഴെ നട്ടിയിലൊന്നും വെള്ളം കിട്ടാണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കുപ്പി പകുതി ഇത്രേ കട്ട് ചെയ്യാവും, ഇങ്ങനെ അവിടെ വെക്കണത്. ബാക്കി നിറയെ ഹോൾസ് ഉണ്ടാക്കി, എന്നിട്ട് മൂടിയിലും ഒരു ഹോൾസ് ഉണ്ടാക്കി, എന്നിട്ട് പോട്ടി മിക്സ് ഇടുന്ന സമയത്ത് ഇത് നടുക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം. എന്നാലേ അല്ലാതെ നമുക്ക് ഇറക്കാൻ കഴിയൂല. പോട്ടി മിക്സ് നിറച്ചാൽ പിന്നെ അനക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലാണ് ഞാൻ ഫസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ എന്തെങ്കിലും നിറച്ചില്ലെങ്കിൽ നമ്മൾ നടുക്ക് വെച്ചിട്ട് ചുറ്റും പോട്ടി മിക്സ് ഇടുമ്പോൾ അതിങ്ങ് ചപ്പിപ്പോവും. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അങ്ങ് നിറക്കട്ടെ കേട്ടോ. നിറക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുപ്പിയിൽ നിറക്കുന്നത് ചീമക്കൊന്നൻ്റെ ഇലയാ. ഇത് ഇന്ന് ലൈൻകാർ, നമ്മളെ ഇലക്ട്രിസിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞാൻ തണ്ടൊക്കെ അങ്ങ് പോക്കിയതാ. നമ്മൾ കുപ്പി നിറക്കുമ്പോൾ ആ ഒരു കണ്ടമാനം കൊണ്ടും ചെയ്തോളൂ, കുപ്പി 4 ഉഷാറിൽ നിൽക്കുകയും ചെയ്തോളൂ. ചാണകം വരെ തോറ്റു കേട്ടോ, അത്രക്കും നല്ല വളമാണ് ഇത്. പിന്നെ അങ്ങനെ ഞാൻ കുത്തി നിറച്ചു ഇങ്ങനെ അങ്ങ് അടച്ചിട്ടുതാ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് പറ്റ അങ്ങോട്ട് അമ്പി താഴായി പോകും. വേണമെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിറക്കാം. ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തയ്യങ്ങ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ തയ്യ് കണ്ടോ, ചുവന്ന ചീരൻ്റെ തയ്യ് മുളപ്പിച്ച് ഞാൻ ഏതിലാന്ന് നോക്ക്. ഞാൻ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തിയിട്ട് മണ്ണ് നിറച്ച് മുളപ്പിച്ചുണ്ടാക്കിയതാ. ഇനി നമുക്ക് ഇത് നടുവാൻ വെയിൽ കൊണ്ടാലൊന്നും ഒരു പ്രശ്നമില്ല. ഇത്ര ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ അതിൽ നടാൻ പോവുക. ഇതെന്താ അടിപൊളി. ഇത് കുറച്ച് വലിപ്പമുള്ളത്, എല്ലാ പ്രായക്കാരും ഉണ്ട് ഇതിൽ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാ, കണ്ടില്ലേ. ഇനി ഇതെടുത്ത് വെക്കട്ടെ. ഇനി നമ്മൾ നറുക്കാൻ പോവുക. ഞാൻ തയ്യും കാണിച്ചു. ഇത് ഏതിലാണ് ഞാൻ വെച്ചതെന്നറിയോ? നമുക്ക് ഡ്രസ്സൊക്കെ അലക്കാനെടുത്ത ഡ്രസ്സ് കൊണ്ടുപോയിടുന്ന ബക്കറ്റില്ലേ, അതിൻ്റെ മൂടി അത് ഒന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് എടുത്താൽ ഞാൻ ഏത് വേണ്ടാത്തോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതിവിടെ നിന്നോളൂ. അടിഭാഗം കൂർപ്പാണല്ലോ. ഈ കൂർപ്പ് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോൾസിലേ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഇതെടുത്ത് വെക്കട്ടെ. നടുന്നതിൻ്റെ മുമ്പേ ഞാൻ ഹോൾസ് ഉണ്ടാക്കിയിട്ടു. ചുറ്റും ഹോൾസ് ഉണ്ടാക്കിയത് കണ്ടോ. ഇതെല്ലാം ഹോൾസാണ്.
നടുന്നതിന് മുമ്പേ ഹോൾസ് ഉണ്ടാക്കി ഇറക്കി വെക്കാനുള്ള കുപ്പി റെഡിയാക്കി ചകിരി കുണ്ടച്ച് മണ്ണും പൊട്ടി മിക്സ് എൻ്റെ വാഴത്തട അതന്നെ അപ്പോൾ അടുത്ത കുറേ പ്രാവശ്യം അതെന്നെ ഇടുന്നുള്ളൂ. കാരണം നല്ല വള അത് കരിയില പോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ നടാനുള്ള സൗകര്യത്തിന് ഇപ്പം അങ്ങനെ ചെറുതാക്കി വെക്കട്ടെ. ഒന്ന് റൗണ്ട് നിൽക്കും വേണോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റിൽ ചകിരി ഇടുക. ചകിരി ഇതാ ബെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. ചകിരി ബെഡിൻ്റെ ആണോ ഊരിയെടുത്തതാണോ ഒക്കെ കീറിയെടുത്തതാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇന്നലത്തെ കമൻറ്റ്. ഞാനിത് വേണ്ടാതെ ഒഴിവാക്കില്ല. നമ്മൾ മക്കളൊക്കെ ചെറുപ്രായത്തിലുള്ള ബെഡ് നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ബെഡൊക്കെ ഒന്ന് മാറ്റും മൂത്രത്തിൽ. അതിൻ്റെ നോക്കും ഫുൾ ചകിരിയാണ്. അപ്പോൾ അത് എത്രണ്ട് എന്ത് തീരാനൊന്നും ആയില്ലേ എന്നൊക്കെ ചിരിക്കുന്നുണ്ട്. റംല മോളെ തീരാനൊന്നും ആയില്ല കേട്ടോ. ഞാൻ ചകിരി വെച്ചു. ഇനി ഞാൻ പോട്ടി മിക്സ് ഇടട്ടെ. എൻ്റെ പോട്ടി മിക്സ് എന്താ നോക്ക്. വാഴൻ്റെ ഇലൊക്കെ നല്ലൊരു വള. ഇതൊക്കെ വേഗം കമ്പോസ്റ്റ് ആകും. കുറച്ച് മണ്ണങ്ങ് ഇട്ടിട്ട് നമ്മളൊന്ന് അമർത്തണം. അമർത്തി നമ്മളെ ആരോഗ്യം വെച്ചിട്ട്. പിന്നീട് നമ്മളൊന്നും ചെയ്യുന്നില്ല, നനച്ച് കൊടുക്കുന്നത് മാത്രം. ചീരക്ക് അങ്ങനെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. വെയിലും നനവും കിട്ടിയാൽ മതി, കുറച്ച് മണ്ണും. ചീര ഒരു ഉണ്ടാവും. പച്ച ചീരയും ചുവന്ന ചീരയും ഒക്കെ അടിപൊളിയാണ്. എന്താ ഇങ്ങനെ അങ്ങ് ഇറക്കിയാക്കട്ടെ. ഇനി ഞാൻ കുറച്ച് മണ്ണ് ഇടട്ടെ. ഇനി ഞാൻ തുടങ്ങണം, ഇപ്പം തന്നെ നടാൻ തുടങ്ങണം, എന്നാലേ അത് ശരിയാവുള്ളൂ. എന്താ റൗണ്ടായില്ലേ, റൗണ്ട് നിന്നില്ലേ. ഇനി കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. ഇതും കൂടി അങ്ങ് ഇട്ടാട്ടെ. ഞാൻ ഇത് പൊന്തി നിൽക്കുക. ഇനി മണ്ണിടട്ടെ. മണ്ണെല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ചതാ. ഒരു ടിപ്പർ മണ്ണിറക്കിയിട്ടുണ്ട്. എനിക്കിവിടെ മണ്ണില്ല. മുറ്റത്തൊക്കെ സിമെൻ്റ് ഇട്ട്. പിന്നെ ഉള്ളത് എൻ്റെ തറവാട് ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ വീടെടുക്കാനുള്ള സൗകര്യത്തിന് മാത്രം റോഡ് സൈഡ് വാങ്ങിയതിരുന്നു. മണ്ണ് കുറവാണ്. മണ്ണിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ, ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും കമ്പോസ്റ്റ് ആവൂല. മണ്ണിടുക തന്നെ വേണം. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ ഇത് പെട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ വേഗം ഇതായി കമ്പോസ്റ്റ് ആക്കിയുള്ളൂ. ഇതാ ഇനി ഹോൾസിൻ്റെ അടുത്ത് വരെ എത്തി. നമുക്ക് ഹോൾസിൽ ഇപ്പം തന്നെ നടാം. ഇനി ഞാൻ ഇടുന്നത് ശീമക്കൊന്നൻ്റെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ മറ്റുള്ള ഞാനിന്ന് കരിയില കമ്പോസ്റ്റ് ഒന്നും ഇടുന്നില്ല. എനിക്ക് ഇത് കിട്ടിയതുകൊണ്ട്. ഇത് കിട്ടിയത് എന്താ വളം, നമ്മൾ തോറ്റു പോകും ചാണകം വരെ. ഇത് ധാരാളം നൈട്രജൻ കണ്ടൻ്റാ. പച്ചില വളം ഇടുന്നത് എപ്പോൾ നല്ലതാണ്. ഇതൊന്ന് ലെവൽ, നമ്മൾ എന്തിട്ടാലും ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ലെവൽ ചെയ്ത് എല്ലാ ഭാഗത്തും എത്തണം. ഇനി ഞാൻ നടാൻ തുടങ്ങട്ടെ. ഇത് നമ്മൾ കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചതാ. ഇന്നിവിടെ നിന്നിട്ടണം. ഇപ്പം തന്നെ ഇറക്കി വെക്കട്ടോ. ഇപ്പം ഇറക്കി വെക്കാനുള്ള സമയമായിക്ക്. എന്താ നിൽക്കണമെങ്കിൽ ചുറ്റും കരിയിലിടണം. ഇറക്കി വെക്കുന്നത് കാണിച്ചിറവന്. ഇതാ കണ്ടു നോക്കി. ഇതാ നടുക്കട ഇറക്കി വെച്ച് ഞാൻ. ഇതാ ഇങ്ങനെ അങ്ങ് നടുക്ക് വെച്ചാൽ അത് കണ്ടോ. ഇത് ഫുള്ള് ഞാൻ ഈ അടിഭാഗം കട്ട് ചെയ്തില്ല. ഇനി മുതൽ ഞാൻ ഇത് അമർന്ന് കഴിഞ്ഞാൽ പഴത്തോട് മുട്ടത്തോട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൊലിയൊക്കെ ഇടുമല്ലോ. ആ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അടച്ച് വെക്കും. ഇവിടെ മെല്ലെ ചെറിയൊരു കല്ല് വെക്കും, ഇങ്ങനെ തുറന്ന് കൊണ്ടൊക്കെ. എന്നാലും പൂന്നുള്ള ഈച്ചയൊന്നും വരൂല. അങ്ങനെ കുറേ ട്രിക്കുകൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടും. ഇനി ഞാൻ ഇവിടുന്നേ അങ്ങ് നടാൻ പോവുക കേട്ടോ. തുടക്കം തന്നെ അങ്ങ് തുടങ്ങിയാൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കുത്തി അമർത്തി കയറ്റണ്ടല്ലോ. പിന്നെ അതുമല്ലതാ വേരൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇതാ ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഇറക്കി വെക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലൂടെ അങ്ങനെ പുറത്തേക്ക് കൊണ്ട് വലിക്കും ഞാൻ. എന്നാലേ നമുക്ക് വെയിലൊക്കെ ഇതാ നമ്മളൊന്നും അറിയണ്ട. ഇവർ രാജാവായിട്ട് വളരും. ഉള്ളിൽ കമ്പോസ്റ്റ് നമ്മളെ പ്ലാവിൻ്റെ ഇലയ അടിപൊളിയായിട്ടുണ്ടാവും. ഇനി അടുത്തത്
ഒന്ന് ഞാൻ നട്ടത് കാണിച്ചു തന്നല്ലോ, ആ ചെരിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്യണ്ട, അങ്ങനെ നിൽക്കൂ. ഇനി രണ്ടാമത്തെ കേട്ടോ, പ്ലാവിൻ്റെ ഇലയിൽ ആളായി വന്നതാ, വേരൊക്കെ വന്നതാ. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഇവരെ ചെറിയ മക്കളെ വലിച്ചെടുക്കും പോലെ നമ്മൾ ശ്രദ്ധിക്കണം, കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ 2 വിജയകരമായിട്ട് നട്ടു. നടുവിൽ കുപ്പി വെച്ചു, പോട്ടി മിക്സ് നറുക്കുന്നത് കാണിച്ചു തന്ന്. ഇനി ഞാൻ സമയം പോയി ഞാനിങ്ങനെ കുറച്ച് നട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നിറച്ചുകൊണ്ട് നടുക കേട്ടോ. നടല് അങ്ങനെ, എന്നാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ ചിലത് ചെറുതാവെന്ന് നോക്കണ്ട, ചിലത് ചെറുതാവാൻ കാരണം ചെറിയ തൈ ആയതുകൊണ്ട്, ചിലത് വലിയ തൈയാണ്. കണ്ടോ, നമുക്കിത് പോകുന്ന പേടി വേണ്ട, ഒക്കെ വേര് പിടിച്ചതാ. ഞാൻ എൻ്റെ പോട്ടി മിക്സ് എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ പോട്ടി മിക്സ്. വാഴത്തടൻ്റെ പീസ് അത് ഞാൻ വെട്ടി അങ്ങ് വെച്ചതിന് ഒരാഴ്ച മുമ്പ്. ആ വെട്ടി വെച്ചത് ഞാൻ അങ്ങോട്ട് എടുത്ത്, നീര് കുറച്ച് വറ്റിയതിൻ്റെ ശേഷം അങ്ങോട്ട് എടുത്ത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ വാഴത്തട വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ പുഴു വരൂ അല്ലെങ്കിൽ ഒച്ചി വരുന്നൊക്കെ നിങ്ങൾ വിചാരിക്കൂല. പക്ഷേ എന്തെങ്കിലും പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതെടുത്ത് തുറന്നിട്ട് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണ്ടിട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം, അത് ആവേണ്ടതാണ്. എൻ്റെതൊക്കെ ആവുന്നുണ്ട്, എൻ്റെത് ഞാൻ വിജയിച്ചതേ നിങ്ങളെ കാണിക്കലുള്ളൂ. നിറച്ച് ഇവിടെ എത്തി. ഇനി ഞാൻ ഇവിടെ ഒന്ന് വെക്കട്ടെ കേട്ടോ, ഇവിടെ എടുക്കട്ടെ തൈ. എടുത്തെടുത്ത് തൈ തീരാനായി. ധൈര്യത്തിൽ നട. എന്താ പറഞ്ഞാൽ ഈ പ്ലാവിൻ്റെ ഇലയിൽ വന്നതാ, വേര് വന്നതാ, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. കുറച്ചിങ്ങനെ അങ്ങോട്ട് വലിച്ചിടുക. ഇത്ര മതി. നീ വാഴൻ്റെ ഇലയിൽ അങ്ങ് നിന്നോളൂ. അങ്ങനെ നിർത്തിയാൽ മതി. ഒക്കെ നല്ല ഉഷാറ് വരും, കാരണം അങ്ങനത്തെ വളമല്ലേ ചെല്ലുന്നത്. പിന്നെ പറയുന്നത് പോലെ റോക്കറ്റ് സ്പീഡ്, വൈഷ്ണവിയൊക്കെ കളിയാക്കും പോലെ റോക്കറ്റ് സ്പീഡ് തന്നെയാ ഇതിങ്ങനൊക്കെ ചെയ്താൽ. ഇടയ്ക്ക് മണ്ണിടുന്നുണ്ട് കേട്ടോ, വെറും വാഴത്തട മാത്രമല്ല, മണ്ണിടുന്നുണ്ട്, ചീമക്കൊന്നൻ്റെ ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി ഇട്ടാട്ടെ മണ്ണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വാഴത്തട നമ്മൾ നനച്ച് കഴിഞ്ഞാൽ അത് ഈർപ്പം നിലനിൽക്കും. ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും, മണ്ണിടുന്നത് കൊണ്ട് വേഗം കമ്പോസ്റ്റായും ചെയ്യും. അപ്പം ഇവർക്ക് വേണ്ട വളമൊക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ സ്പീഡിൽ, റോക്കറ്റ് സ്പീഡ് തന്നെ, സ്പീഡിൽ വളരും. ഞാൻ എൻ്റെ നട്ടത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതൊക്കെ റോക്കറ്റ് സ്പീഡിൽ തന്നെ വളർന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട്. അടുത്ത ഹോൾസ് കാണുന്നവരെ ഇടാം. അടുത്ത ഹോൾസ് എവിടെ കൊടുത്ത് നോക്കട്ടെ. ഇത് ചുവപ്പായിട്ട് എന്ത് രസാലേ. ഞാൻ ഹോൾസ് അധികമാണെങ്കിൽ ഞാൻ എന്ത് വിചാരിച്ചത്, എൻ്റെ തൈ കുറഞ്ഞാൽ ഞാൻ പച്ചച്ചീരൻ്റെ ഇടാം. പച്ചച്ചീര തൈ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഹോൾസ് എവിടെയുള്ളു? ഇത് അവിടെയാണ്. ഇത് പൊന്തിക്കണം. ഇതാണ് ഹോൾസിൻ്റെ സ്ഥലം. കുറച്ചും കൂടി ഇടട്ടെ. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വാഴത്തട വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇന്നലെ 2 വെട്ടിയിട്ടുണ്ട്. അതിൻ്റെത് ഞാൻ പിന്നെ നുറുക്കി വെച്ചില്ല, അത് നുറുക്കി വെക്കും ഞാൻ. നമ്മൾ നുറുക്കി അവിടെ വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യം വരുമ്പോൾ കുറച്ച് നീര് പറ്റിയിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുക, ഇവിടെ ചെടിക്ക് ഉപയോഗിക്കുക. എന്നാൽ വെട്ടി വെച്ച ഭാഗത്ത് അവിടെയും വൃത്തിയാവും, നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി നടാം, വളം പൈസ കൊടുത്ത് വാങ്ങണ്ട. നമ്മളെ മക്കൾക്ക് നമുക്ക് വിഷരഹിത പച്ചക്കറി തിരിച്ചൂടെ. ഇനി ആ ചെടി നടട്ടെ കേട്ടോ, ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ ഇതിൽ വന്നതാട്ടോ. ധൈര്യമായിട്ട് നമുക്ക് നടാം, ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ കൂമ്പിന് ഒന്നും പറ്റരുത്. ഇലയൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് നമ്മളവിടെ വെക്കാവും. ഇപ്പം ശരിയായില്ലേ? അതാ വന്ന് ഇതാ ഉഷാറായി. പ്ലാവിൻ്റെ ഇല എന്താകുമെന്നറിയോ? കമ്പോസ്റ്റ് ആയിക്കോളും.
വേറെ ഒന്ന് വെക്കട്ടെ കേട്ടോ. എന്താ തൈ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ, തൈ നമുക്ക് വേര് പിടിച്ച തൈയാണ്. പിന്നെ ഇനി നമുക്കൊന്നും അറിയണ്ട, വാടിപ്പോന്നുള്ള പേടി വേണ്ട. ഇത് കമ്പോസ്റ്റ് ആയിക്കോളും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന്. എന്താ പുറത്ത് ചാടിയില്ലേ, ഏതാ ചാടി പുറത്ത് ചാടിയാ നോക്കുന്നത്. എല്ലാ ഹോൾസിലും ആയില്ലേ. ഇനി ഹോൾസ് ബാക്കിയില്ലല്ലോ. നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് തികയുന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു പച്ച ഇടാന്ന്. പച്ചച്ചീര മണ്ണങ്ങ് ഇട്ട് കൊടുത്താൽ. എന്താ ഇനി ഞാൻ പൊട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. ഇനിയുണ്ട് ഹോൾസ് മേലെ ഉള്ളത്. കുറച്ചുകൂടി ഇട്ടിട്ട് കാണിക്കാം. ഇവിടെ ഒന്ന് നടാ ഇങ്ങനെ മണ്ണിൻ്റെ. ഇനി നമ്മൾ മേൽഭാഗത്ത് ഞാൻ നടുന്ന രാജാക്കന്മാരെടുത്ത് വെച്ചതാട്ടോ. അങ്ങനെ മേൽഭാഗത്ത് രാജാക്കന്മാർ ഉഷാറാട്ടെ. ഇതാട്ടോ, ഇങ്ങനെ കുഴിച്ചിട്ട് ഞാൻ കുറച്ച് മണ്ണ് മേൽഭാഗത്ത് ഇട്ടിരുന്നു. നടുമ്പോൾ നമുക്ക് എന്തായാലും മണ്ണ് വേണം. അപ്പോൾ ഇതാട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അങ്ങനെ അടിപൊളിയായിട്ട് എൻ്റെ കുപ്പിൻ്റെ മൂടിയൊക്കെ കാണണോ? ഒന്നും കൂടെ ഉണ്ട്. ഇതെന്തല്ലോ അടുപ്പിച്ച് നമ്മൾ നട്ടൂടെ കേട്ടോ. നമ്മൾ ആക്രാന്തം പിടിച്ച് നല്ലോണം ഉണ്ടാവട്ടെ വിചാരിച്ചാൽ കുറേ തൈ അടുത്തങ്ങ് നട്ടാൽ ഇതിന് പുഴുക്കേട് വരിക. കുറച്ചൊരു വെയിൽ കിട്ടുക, എല്ലാ ഭാഗത്തും തട്ടണം. ഞാൻ അതിൽ പൊത വെക്കും, അന്നിപ്പോൾ ഇതങ്ങ് മൂടും. അപ്പോൾ കണ്ടില്ലേ, വിജയകരമായിട്ട് എൻ്റെ എല്ലാ ഹോൾസിലും ഞാൻ ചീര നട്ടത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വന്ന് ഒരു ചാക്കിന്ന് തന്നെ കുനിഞ്ഞിട്ട് മൊത്തം വെളുവെടുത്ത ഒരു പിടി കിട്ടും. അത്രക്കും കിട്ടും. അത് നല്ല ജൈവ വളം ചേർത്തിട്ടുള്ള ഇത് നമ്മൾ നട്ട് കഴിഞ്ഞല്ലോ. ഞാൻ അതിൻ്റെ നനച്ചിട്ട് നമ്മളിത് ഇടണം. ഞാൻ നട്ട് കഴിഞ്ഞത് കണ്ടല്ലോ. അടിപൊളിയായിട്ട് ഒരു ചാക്കിൽ ഞാൻ എത്ര നട്ടു. നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ടുണ്ട്. ഇതിൽ ഒരു ചില്ലി കാശ് മുടക്കില്ല. സിമൻറ്റ് ചാക്ക് ഫ്രീ, വാഴത്തട ഫ്രീ. നമ്മളെ നട്ടുണ്ടാക്കിയത് നമ്മളങ്ങ് കളയുന്നതല്ലേ, അത് വെട്ടി നുറുക്കി ഉണക്കി ഇതിലിട്ട്. പിന്നെ ചീമക്കൊന്ന അവിടുന്നൊക്കെ വലിച്ചിട്ട് അതും കൊണ്ടുപോയിട്ട് അടിയിൽ ബെഡ് പൊളിച്ച ചകിരി തയ്യവിനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ പാകിയിട്ട് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇനി ഞാൻ നനക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ നനക്കുന്നത് എൻ്റെ കുപ്പിയിലാട്ടോ. കുപ്പി നോക്ക്, കുപ്പിയിലേക്ക് അങ്ങ് നനച്ചാൽ അടിയിലുള്ളവർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കണമല്ലോ. നട്ടിങ്ങ് പോയി കടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഐഡിയപരമായിട്ട് നീങ്ങിയാൽ ഇഷ്ടം പോലെ. കുപ്പി നല്ലൊരു മാർഗ്ഗം കേട്ടോ. ഇറക്കി വെക്കണേ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുപ്പി കിട്ടാത്തവരാരും ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റോട്ടുമേലൂടെ നടക്കി. നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ മദ്രസ പോണ മക്കളൊക്കെ ഇഷ്ടംപോലെ രാവിലെ പെറുക്കി കൊണ്ടുവന്നോളൂ. ഇനി നമ്മൾ ഇതിലൊക്കെ നനച്ച് കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെ ഈർപ്പം നിലനിൽക്കാനുള്ള പൊട്ടി മിക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞല്ലോ, മേൽഭാഗം ഉണങ്ങിപ്പോവും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നല്ല വേനലാണ്. എൻ്റെ അമ്മോ, ഇവിടുത്തെ ഒരു ചൂട് അത് ഉണങ്ങാണ്ടെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരിയിലൊക്കെ ഇട്ടാൽ മതി. ഞാനിടുന്നത് സീമക്കൊന്ന ഇഷ്ടംപോലെ കിട്ടിയത് കൊണ്ട് ഇതാണ്. ഈ സീമക്കൊന്നൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെ വെള്ളീച്ചല്ലേ, പുഴുക്കൾ, അക്രമകാരിയായ വെള്ളീച്ച ഊറ്റി കുടിക്കുന്നത് അതൊന്നും വരില്ല ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് നല്ലൊരു കീടനാശിനിയും കൂടി, അതുകൊണ്ടാണിത്. കണ്ടോ, വിജയകരമായിട്ട് ഞാൻ എത്ര നട്ടു എണ്ണിയാൽ തീരുക. ഒരു ചാക്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 10. അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ചുവന്ന ചീര നടയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വാഴത്തട എടുക്കുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും ചെയ്യാറുണ്ട് എന്നുള്ളത്, ഒന്നും കളയാറില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.